നമസ്കാരം. കാതോരം സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റി, നിങ്ങളുടെ സ്വന്തം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരക. ഓപ്പൺ വർക്ക് പെർമിറ്റിൽ മാറ്റങ്ങളുമായി കാനഡ സർക്കാർ. താൽക്കാലിക താമസക്കാരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റിൽ മാറ്റങ്ങളുമായി കാനഡ സർക്കാർ. താൽക്കാലിക റെസിഡന്റ് പ്രോഗ്രാമുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായാണ് ഇത്. പുതിയ തീരുമാനത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും വിദേശ തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങൾക്കുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റിനുള്ള യോഗ്യതകളിൽ മാറ്റം വരുത്തും. ജനുവരി 21 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. പുതിയ മാറ്റമനുസരിച്ച് എല്ലാ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും വിദേശ തൊഴിലാളികളുടെയും ജീവിത പങ്കാളികൾക്ക് OWPയ്ക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. മറിച്ച് 16 മാസമോ അതിൽ കൂടുതലോ ഉള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ, ഡോക്ടറൽ പ്രോഗ്രാമുകൾ എന്നിവയ്ക്ക് എൻറോൾ ചെയ്ത അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ജീവിത പങ്കാളികൾക്ക് OWPയ്ക്ക് അപേക്ഷിക്കാൻ കഴിയും. കൂടാതെ T0-1 വിഭാഗങ്ങളിൽപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ട വിദേശികളുടെ ജീവിത പങ്കാളികൾക്കും ഓപ്പൺ വർക്ക് പെർമിറ്റിനു അപേക്ഷിക്കാം. T2-3 വിഭാഗങ്ങളിൽപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ചില തൊഴിലുകൾ ചെയ്യുന്ന വിദേശികളുടെ പങ്കാളികൾക്കും ഓപ്പൺ വർക്ക് പെർമിറ്റ് അനുവദിക്കും. നാച്ചുറൽ ആൻഡ് അപ്ലൈഡ് സയൻസസ്, കൺസ്ട്രക്ഷൻ, ഹെൽത്ത് കെയർ, നാച്ചുറൽ റിസോഴ്സസ്, എഡ്യൂക്കേഷൻ, സ്പോർട്സ് ആൻഡ് മിലിറ്ററി എന്നിവ ഇതിൽ ഉൾപ്പെടും. തൊഴിൽ വിഭാഗങ്ങളുടെ ഫുൾ ലിസ്റ്റ് ജനുവരി 21 ലഭ്യമാകും. സ്പൗസ് വിസയ്ക്കു അപേക്ഷിക്കുമ്പോൾ ഫോറിൻ വർക്കറുടെ വർക്ക് പെർമിറ്റിന്റെ വാലിഡിറ്റി 16 മാസത്തിൽ കൂടുതലുണ്ടായിരിക്കണം. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ അപ്ഡേറ്റ്സ്. കൂടുതൽ വാർത്തകൾക്കായി കാതോരം ലൈവ് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ സന്ദർശിക്കുക. കാതോരം ഇനി പാട്ട്, മനസ്സ് നിറയെ കൂട്ട്.